ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു 50,000-55,000 രൂപ റേഞ്ചിൽ വരുന്ന കോൾകോം സ്നാപ്ഡ്രാഗൺ 8 ഇലൈറ്റ് ആയിട്ട് വരുന്ന ഇപ്പം ഇന്ത്യയിലുള്ള ഏക 2 ഫോണെന്ന് പറഞ്ഞാൽ ഒന്ന് iQ13 പിന്നെ ഒന്ന് റിയൽമിയുടെ GT7 Pro ആണ്. ഏകദേശം ഓൾമോസ്റ്റ് സെയിം പ്രൈസ് റേഞ്ചിലാണ് ഈ 2 ഫോണും വരുന്നത്. അപ്പം ഇതിലേത് വാങ്ങുന്നുണ്ടെങ്കിൽ മെയിൻലി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കുമല്ലോ ഈ ഒരു ഫോൺ നോക്കുന്നത്. കാരണം അത്രക്കും ഒരു മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ് ഈ 2 ഫോണും വരുന്നത്. ബട്ട് എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഏതാണ് കുറച്ചും കൂടെ ബെറ്റർ വാല്യൂ ഫോർ മണി, അല്ലെങ്കിൽ കൊടുക്കുന്ന പൈസക്ക് എല്ലാ ഫീച്ചേഴ്സും ഏത് ഫോണിലാണ് ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് തന്നെ പ്രൈസ് പറയാം. രണ്ടിൻ്റെയും സെയിം വേരിയൻ്റാണ് വരുന്നത്. അതായത് 12GB 256GB വരുന്നുണ്ട്. അതുപോലെ തന്നെ 16GB 512GB 2 ഫോണും സെയിം ആയിട്ട് വരുന്നുണ്ട്. അതിൽ iQ30യുടെ ബേസ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 54,999 ആണ്. റിയൽമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ് 59,999 ആയിട്ടാണ് വരുന്നത്. സോ 5,000 രൂപയുടെ ഡിഫറൻസ് ബേസ് മോഡൽ തന്നെ വരുന്നുണ്ട്. ഇനി ഹയർ വേരിയൻറ്റ് പറയുകയാണെങ്കിൽ iQ30ൻ്റെ പ്രൈസ് ആണെങ്കിൽ 59,999 അതുപോലെ തന്നെ റിയൽമി GT7 Proൻ്റെ ആണെങ്കിൽ 65,999 ആയിട്ടാണ് വരുന്നത്. സോ അവിടെയും 6,000 രൂപ ഡിഫറൻസ് റിയൽമിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5,000 രൂപ ഡിഫറൻസ് 2 ഫോൺ തമ്മിൽ വരുന്നുണ്ട്. കുറച്ചും കൂടെ വില കുറവ് വരുന്നത് iQ13 ആണ്. ആ രീതിയിലുള്ള സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സൊക്കെ iQ30 കുറവായിരിക്കും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ 2 ഫോണിൻ്റെ ഡിസൈൻ. റിയൽമി GT7 ഒരു നോർമലായിട്ട് ഡിസൈനാണ്, കാണാൻ അങ്ങനെ ഒരു വാവ് എന്നൊരു സംഭവം ഒന്നും പറയാനില്ല. പക്ഷേ iQ13ൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പഴയ ഡിസൈനാണ്, എന്നാൽ പോലും ഇത് കാണാൻ അത്യാവശ്യം എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടല്ല, എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് iQ13ൻ്റെ ഡിസൈനാണ് കമ്പാരിറ്റീവ്ലി റിയൽമി GT7 ആയിട്ട് 7 Pro ആയിട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് GT7 ആയിരിക്കും കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. അപ്പം കമൻറ്റ് ചെയ്യുക. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് കാണാൻ കുറച്ചും കൂടെ ഡിസൈൻ പരമായിട്ട് ഇഷ്ടം iQ13 ആണ്. രണ്ടിൻ്റെയും ബാക്ക് ഗ്ലാസ് ആണ്. റിയൽമി GT7 Pro ആണെങ്കിൽ ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് 7 ആയിട്ട് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇനി iQ13 ആണെങ്കിൽ 2 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതായത് വൈറ്റ് കളർ എടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന AG ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ മറ്റേ ഗ്രേ കളർ എടുക്കുകയാണെങ്കിൽ അവിടെ ഇനാമൽ ഗ്ലാസ് പ്രൊട്ടക്ഷനാണ് അതിൽ വരുന്നത്. കുറച്ചും കൂടെ ബെറ്റർ പ്രൊട്ടക്ഷൻ വരുന്നത് ഗൊറില്ല ഗ്ലാസ് 7 ആയി വരുന്ന റിയൽമി GT7 Pro തന്നെയാണ്. ഗൊറില്ല ഗ്ലാസ് ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നത്. പിന്നീട് വെയിറ്റ് ആൻഡ് തിക്നെസ്. iQ13 ആണെങ്കിൽ 213 ഗ്രാം വെയിറ്റും 8 mm തിക്നെസ്സും വരുന്നുണ്ട്. റിയൽമി GT7 Pro ആണെങ്കിൽ 222 ഗ്രാം വെയിറ്റും 8.6 mm തിക്നെസ്സും ആ ഒരു ഫോണും വരുന്നുണ്ട്. അപ്പം ഓൾമോസ്റ്റ് സെയിം ആണ്. അങ്ങനെ വലുതായിട്ടുള്ള ഡിഫറൻസ് 2 ഫോണും തമ്മിൽ വെയിറ്റും തിക്നെസ്സിൻ്റെ കാര്യത്തിലുമില്ല. അപ്പോൾ ഡിസൈനിലും ബിൽഡ് ക്വാളിറ്റി കാര്യത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു ഡ്രോബാക്ക് 2 ഫോണും പറയാനില്ല. രണ്ടും ഒരു സെയിം പവർഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. ബട്ട് കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ ബാക്കിൽ വരുന്നത് ഗ്ലാസ് പ്രൊട്ടക്ഷൻ വരുന്നത് ഗൊറില്ല 7 ആയി. എന്നാലും 2 ഫോണും താഴെയിട്ടാലൊക്കെ പൊട്ടും. ആ കാര്യമൊന്നും ഉണ്ടാവില്ല. എന്തായാലും എല്ലാവരും കേസൊക്കെ ഇട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. സോ ആ കാര്യത്തിൽ വലിയ വ്യത്യാസമില്ല. 2 ഫോണും അലുമിനിയത്തിൻ്റെ ഫ്രെയിമൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ കാര്യത്തിൽ മെയിൻലി ഒരു ഡ്രോബാക്കും അങ്ങനെ പറയാനില്ല. 2 ഓൾമോസ്റ്റ് സെയിം ലെവലിൽ നമുക്ക് കൊടുക്കാം. പിന്നീട് 2 ഫോണിലും IP68 ആൻഡ് 69 IP റേറ്റിംഗ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഡിസ്പ്ലേ. iQ13 6.82 ഇഞ്ച് വരുന്നത് LTPO അമോലഡ് ആയിട്ടുള്ള ഒരു 2K റെസൊല്യൂഷൻ വരുന്നത് 144 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 1800 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. ഇനി നേരെ റിയൽമി GT7 Proയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.78 ഇഞ്ച് വരുന്നത് LTPO അമോലഡ് ആയിട്ടുള്ള 1.5K റെസൊല്യൂഷനുള്ളൊരു 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 2000 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 6500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. പക്ഷേ റിയൽമി GT7 Pro ജസ്റ്റ് ഒന്ന് കർവ്ഡ് ആണ്. ചെറിയ രീതിയിലൊരു കോഡ് കർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ ആണ്. മറ്റേത് ഫുള്ളി ഫ്ലാറ്റ് ആണ്. iQ എന്ന് പറയുന്നത് പുറത്ത് എന്തോ ഒരു കിളി ഒച്ചപ്പാടാക്കുന്നുണ്ട്. ഇത് വൈദ്യുതി കുറച്ച് കഴിഞ്ഞ് പോയിരിക്കും. അപ്പോൾ അതാണ് മെയിൻലി ഡിഫറൻസ്. അതായത് മറ്റേതിൽ 2K റെസൊല്യൂഷൻ വരുന്നുണ്ട്. അതായത് ഏതിൽ iQ30 2K റെസൊല്യൂഷൻ വരുന്നുണ്ട്. മറ്റേതിലാണെങ്കിൽ 1.5K മാത്രമേ വരുന്നുള്ളൂ. iQലാണെങ്കിൽ 144 ഹെർട്സ് വരുന്നുണ്ട്. റിയൽമിയിലാണെങ്കിൽ 120 ഹെർട്സ് മാത്രമേ വരുന്നുള്ളൂ. സോ ബെറ്റർ ഡിസ്പ്ലേ നമുക്ക് കണ്ണും പൂട്ടി പറയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. iQ13 ആണ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാലും റിയൽമി GT7 Pro ഒട്ടും മോശമല്ല, ഒരു അടുത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടും നമുക്ക് കുറവായിട്ട് പറയാനില്ല. നല്ല ഡിസ്പ്ലേനാണ് അതിനും വരുന്നത്. ബട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ഡിസ്പ്ലേ ക്വാളിറ്റി വരുന്നത് iQ13 ആണെന്നേ ഉള്ളൂ. ദെൻ ക്യാമറ.
റിയൽമി അല്ല IQ13 ആദ്യം പറയാം. IQ13 15 MB പ്രൈമറി ക്യാമറ, അതും സോണിയുടെ IMX921 എന്ന സെൻസർ കൊടുത്തിട്ടുണ്ട്. 15 MB അൾട്രാ വൈഡ് വരുന്നുണ്ട്, 15 MB ടെലിഫോട്ടോ വരുന്നുണ്ട്, അതുപോലെ തന്നെ 32 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. റിയറിലാണെങ്കിൽ ഫ്രണ്ടിലാണെങ്കിൽ 4K 16 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. റിയറിലാണെങ്കിൽ 8K 13 FPS വീഡിയോസും റിയറിലും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി റിയൽമി GT7 Proയിലേക്ക് വന്നെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, അതും സോണിയുടെ IMX906 എന്ന സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് 15 MB ഒരു ടെലിഫോട്ടോ വരുന്നുണ്ട്, അതുപോലെ തന്നെ 8 MB അൾട്രാ വൈഡ് വരുന്നുണ്ട്. സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. സെൽഫിയിൽ നമുക്ക് ഫുൾ HD മാത്രമേ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, 4K സപ്പോർട്ട് ചെയ്യുന്നില്ല. റിയറിലാണെങ്കിൽ അത് 8K 24 FPS വരെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ ക്യാമറ വൈസിൽ റിയൽമി GT7 Proയിലാണെങ്കിൽ അൾട്രാ വൈഡ് ഒരു 8 MB മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു 60,000 രൂപയുടെ ഫോണിൽ 8 MP അൾട്രാ വൈഡോ? അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ പിടികിട്ടിയില്ല ക്യാമറയിൽ ഏതാ ബെറ്റർ എന്നുള്ളത്. പിന്നീട് റിയൽമി GT7 Pro ഫ്രണ്ട് ക്യാമറയിൽ 4K പോലും സപ്പോർട്ട് കൊടുക്കുന്നില്ല. ഇവിടെ 20,000 റേഞ്ചിലെ ഫോണിലടക്കം 4K സെൽഫി വീഡിയോ കൊടുക്കുന്ന സമയത്ത് 60,000 രൂപയുടെ ഫോണിൽ 4K ഇല്ല എന്ന് പറയുന്നത് ഭയങ്കര നാണക്കേടുള്ള കാര്യമാണ്. റിയൽമി ഇത്രയും വലിയ ചിപ്സെറ്റൊക്കെ വെച്ച് ഫോൺ ഇറക്കിയിട്ടും 4K പോലും കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമാണ്. സോ ക്യാമറയിൽ നമുക്ക് ഒറ്റ രീതിയിൽ പറയാം, ബെസ്റ്റ് എന്ന് പറയുന്ന IQ13 ആണ്. അതിപ്പം സ്പെസിഫിക്കേഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഓൾറെഡി ക്യാമറ റിവ്യൂസ് ഒക്കെ നോക്കുന്ന സമയത്ത് ബെറ്റർ നിൽക്കുന്ന IQ13 തന്നെയാണ്. പക്ഷേ റിയൽമി GT7 Pro ഒട്ടും മോശമല്ല, എന്നാലും കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ക്യാമറ വരുന്നത് IQ13 അത് പറയാതിരിക്കാൻ വയ്യ. പിന്നീട് പെർഫോമൻസ്, രണ്ട് ഫോണിലും Qualcomm Snapdragon 8 Elite തന്നെയാണ് വരുന്നത്. രണ്ടിനും ഓൾമോസ്റ്റ് ആൻറ്റോ ബെഞ്ചുമാർക്ക് സ്കോറും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അതായത് 3 മില്യൺ അല്ലെങ്കിൽ 2.8 ആ റേഞ്ച് ആൻറ്റോ സ്കോറൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ ഓരോ ഫോണിനും ഓരോ ആൻറ്റോ സ്കോറാണ് കിട്ടുന്നത്, എന്നാലും ഒരു 3 മില്യൺ അടുപ്പിച്ച് എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ വലിയ ഡിഫറൻസ് വരുന്നില്ല. പിന്നീട് IQ13 ഒരു എക്സ്ട്രാ ചിപ്പ് വരുന്നുണ്ട്, അതായത് IQയുടെ തന്നെ കമ്പ്യൂട്ടിംഗ് ചിപ്പായിട്ടുള്ള Q2 ചിപ്പ് വരുന്നുണ്ട്. കുറച്ചും കൂടെ ബെറ്റർ ഫോട്ടോഗ്രാഫി, ഫോട്ടോസിനാണെങ്കിലും അതുപോലെ തന്നെ ഗെയിമിങ്ങിനാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി ഒരു ചിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഈ പറയുന്ന റിയൽമി ഫോണിൽ വരുന്നില്ല. പിന്നീട് IQയിലാണെങ്കിൽ LPDDR5X അൾട്രാ റാം ടൈപ്പാണ് വരുന്നത്. UFSൻ്റെ 4.1 സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. റിയൽമി GT7 Proയിലാണെങ്കിൽ LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. സോ കുറച്ചും കൂടെ ബെറ്റർ റാം സ്റ്റോറേജും വരുന്നത് IQ13 അപ്പം അതിൻ്റെ രീതിയിലായിട്ടുള്ള ഒരു ഫാസ്റ്ററും കാര്യങ്ങളൊക്കെ തന്നെ IQ13 എന്തായാലും കിട്ടുന്നതാണ്. പിന്നീട് IQയിലാണെങ്കിൽ FunTouch OS 15 ബേസ്ഡ് ഓൺ Android 15 ആയിട്ടാണ് വരുന്നത്. റിയൽമിയിലാണെങ്കിൽ റിയൽമി UI 6.0 ബേസ്ഡ് ഓൺ Android 15 ആണ്. രണ്ട് UI ലേറ്റസ്റ്റ് ആണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് രണ്ട് UIയിലും വരുന്നുണ്ട്. AI ഫീച്ചേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള ഫീച്ചേഴ്സ് ആണെങ്കിലും രണ്ടിലും ഹൈലി റിച്ച് ആയിട്ടുള്ള UI തന്നെയാണ്. അതിൽ വലിയ രീതിയിലുള്ള കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. റിയൽമി UI ഒരു കളർ OS തന്നെയാണ്, അതുപോലെ തന്നെ FunTouch OS വിവോയുടെ FunTouch OS ആണ്. അപ്പോൾ രണ്ടും നല്ല തന്നെയാണ്. അത്യാവശ്യം എല്ലാ AI ഫീച്ചേഴ്സും രണ്ട് ഫോണിലും, അതായത് സർക്കിൾ ടു സെർച്ച് ആണെങ്കിലും ബാക്കി AI എൻഹാൻസർ, ഇറൈസർ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ AI പരിപാടികളും രണ്ട് ഫോണിനും വരുന്നുണ്ട്. സോ നോ ഇഷ്യൂസ്. ആ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അത് രണ്ട് ഫോണിനും കോമൺ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇനി ബാറ്ററി, IQ13 6000 mAh ബാറ്ററി, 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ബോക്സിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റിയൽമി GT7 Proയിലാണെങ്കിൽ 5800 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ബോക്സിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോണിലും വയർലെസ് ചാർജിങ് അങ്ങനത്തെ പരിപാടികളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഓവറോൾ ഇതാണ് പറയാനുള്ളത്. IQ13 നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്, ബെറ്റർ ആയിട്ടുള്ള ക്യാമറ വരുന്നുണ്ട്, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ഉണ്ട് എന്ന് പറയാം. വലിയ ഡിഫറൻസ് വരുന്നില്ല, എന്നാലും കുറച്ചും കൂടെ ബെറ്റർ ബാറ്ററി ഉണ്ട് എന്ന് പറയാം. കമ്പയർ ചെയ്യുന്ന സമയത്ത് പെർഫോമൻസിലും കുറച്ചും കൂടി മുന്നിൽ നിൽക്കുന്നത് IQ ആണ്. IQയുടെ ഒരു ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഗെയിമിങ്ങിനാണെങ്കിൽ. അത് ഈ പറഞ്ഞ റിയൽമിയിൽ കിട്ടില്ല. റിയൽമി GT7 Pro ആണെങ്കിലോ ഡിസ്പ്ലേ എല്ലാം കൊള്ളാം അതിൽ, പക്ഷേ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ലെവലിൽ എത്തുന്നില്ല. അതായത് IQ13 ആയിട്ട് വരുന്നില്ല. പ്രൈസ് റേഞ്ച് അടക്കം 5000 രൂപ 6000 രൂപ എക്സ്ട്രാ കൊടുക്കണം റിയൽമി GT7 Proയിലേക്ക് വരണമെങ്കിൽ. പക്ഷേ IQയിൽ അങ്ങനത്തെ പരിപാടികളേ ഇല്ല. 5000 രൂപ കുറഞ്ഞിട്ടാണ് പ്രൈസ് പോയിന്റ് വരുന്നത്. സോ ഒറ്റ വാക്ക് പറയാം, ഒരു വേർത്ത് അല്ലെങ്കിൽ ആ കൊടുക്കുന്ന പൈസക്ക് ഏറ്റവും വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ IQ13 ആണ്. റിയൽമി GT7 Pro അല്ല. ഇറ്റ്സ് എ കൂതറ ഫോൺ, അങ്ങനെ പറയാൻ വേണ്ടി പറ്റൂല. എന്നാലും കുഴപ്പമൊന്നുമില്ല. പ്രൈസ് റേഞ്ച് കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ
റിയൽമി GT7 Pro നല്ല ഫോണാണ്, പക്ഷേ കുറച്ചും കൂടെ ഒന്ന് ഹയർ ആയിട്ടും കുറച്ചും കൂടെ ഒരു പൈസ കൂടുതലാണ് അതിന്. അത്ര പ്രൈസിൻ്റെ ഒരു ആവശ്യം ആ ഫോണിനില്ല, അത്ര വേർത്തല്ല. ഒരു 60,000 രൂപയ്ക്ക് ആ ഒരു ഫോണില്ല, ഒരു 55,000 രൂപയ്ക്കും ആ ഒരു ഫോണില്ല. കാരണം iQ13 എന്ന് പറഞ്ഞ ഈ ഒരു ഫോൺ ഉണ്ടാകുമ്പോൾ ആ ഒരു ഫോൺ എന്തായാലും ഇതിനെക്കാട്ടി വില കുറച്ചാൽ മാത്രമേ അതിന് പിന്നെയും സെയിലൊക്കെ വരുള്ളൂ. അപ്പം നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ iQ13 എടുക്കുക, കാരണം അതാണ് ബെറ്റർ. ഗെയിമിംഗ് ആണെങ്കിൽ എല്ലാ കാര്യത്തിലാണെങ്കിലും iQ13 ഈസ് ദ ബെസ്റ്റ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ. അപ്പോൾ അത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് എ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.